മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ദിവസമായ ഇന്ന് എൻഡിഎക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റാലികളിൽ പങ്കെടുക്കും. ദേശീയ നേതാക്കൾ ഇന്ത്യ സഖ്യത്തിനായി പ്രചാരണം നടത്തും. 122 മണ്ഡലങ്ങളിലേക്ക് ചൊവ്വാഴ്ചയാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഈ മാസം 14-നാണ് വോട്ടെണ്ണൽ. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, രണ്ടാം ഘട്ടത്തിന്റെ ആവേശോജ്വലമായ പ്രചാരണം അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മുഖങ്ങളെ എല്ലാം അണിനിരത്തിക്കൊണ്ട് കളം നിറയുകയാണ് ഇരു മുന്നണികളും. പക്ഷേ അതിനിടയിൽ ഈ അവസാന നിമിഷം ചർച്ചയാകുന്ന പലതരത്തിലുള്ള ഗൗരവമായ വിഷയങ്ങളുമുണ്ട്. ഈ വിവിപാറ്റ് സ്ലിപ്പ് റോഡരികിൽ കണ്ടതടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഏത് തരത്തിൽ ചർച്ചയാകുന്നു ബീഹാറിൽ? ഏതായാലും അവസാന മണിക്കൂറാണ്. കാരണം 122 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്നത്. ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കും. അവസാന ദിവസവും ദേശീയ നേതാക്കളൊക്കെ തന്നെ സംസ്ഥാനത്തുണ്ട്. പരമാവധി വോട്ടുറപ്പിക്കുക. കാരണം ശക്തമായ മത്സരം നടക്കുന്നു. മുൻപൊന്നും കാണാത്ത വിധത്തിലുള്ള പ്രചാരണത്തിനും ബീഹാർ വേദിയാവുകയും ചെയ്തു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബീഹാറിലെ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. അദ്ദേഹം പ്രധാനമായും ജംഗിൾ രാജ് അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രചാരണം തന്നെയാണ് ഇത്തവണയും നടത്തിയത്. ആദ്യഘട്ടത്തിൽ മാത്രമല്ല, അവസാന ദിവസവും ഇന്നലെ സീതാമടിയിലൊക്കെ തന്നെ പ്രചാരണത്തിൽ ജംഗിൾ രാജ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രചാരണം നടത്തിയത്. അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ RJD അധികാരത്തിൽ വന്നാൽ പഴയതുപോലെ 90കളിലേക്ക് ബീഹാർ മടങ്ങിപ്പോകുമെന്ന സൂചനയാണ് അദ്ദേഹം പ്രചാരണ യോഗങ്ങളിലൊക്കെ തന്നെ നടത്തിയത്. ഒപ്പം സ്ത്രീ വോട്ടർമാർ ബീഹാറിൽ എല്ലാ കാലത്തും നിർണായകമാണ്. JDUവിൻ്റെ നിതീഷ് കുമാറിൻ്റെ വിജയഘടകം സ്ത്രീ വോട്ടർമാരാണ്. അപ്പോൾ സ്ത്രീകൾക്കായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ പരമാവധി പ്രചാരണ യോഗങ്ങളിൽ നരേന്ദ്രമോദി സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ 10,000 രൂപ അക്കൗണ്ടിലെത്തുന്ന മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന, അക്കാര്യമൊക്കെ തന്നെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. 33% സംവരണം സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് നടപ്പാക്കിയതൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും മറുവശത്ത് മഹാസഖ്യം അത് തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണയും പ്രചാരണം നടത്തിയത്. രാഹുൽ ഗാന്ധി ഇന്നലെ സംസ്ഥാനത്ത് പ്രചാരണ യോഗങ്ങളിൽ സജീവമാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ അവസാന ഘട്ടത്തിൽ 122 മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ പല മേഖലകളിലും, പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. സീമാഞ്ചൽ 24 മണ്ഡലങ്ങളുള്ള 4 ജില്ലകളാണ്. കഴിഞ്ഞ തവണ ഈ മേഖലയിൽ ഉണ്ടായ തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ അധികാരം കിട്ടാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണം. 13 സീറ്റ് അവിടെ വിജയിച്ചത് കഴിഞ്ഞ തവണ NDA സഖ്യമായിരുന്നു. OICയുടെ AIMIM 5 സീറ്റിലും വിജയിച്ചു. അത് ന്യൂനപക്ഷ വോട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകേണ്ട ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ഭിന്നിപ്പ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും OIC പാർട്ടി മത്സരിക്കുന്നുണ്ട്. അവർ ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ടിങ്ങിനെ സ്വാധീനിക്കും എന്നുള്ളത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. എങ്കിൽ പോലും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പരമാവധി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് ഇന്ത്യ സഖ്യം നടത്തിയിട്ടുള്ളത്. ഏതായാലും അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ വിവാദങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇന്നലെ സമസ്തിപൂരിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ കണ്ടെത്തിയ സംഭവം വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ RJDയും ഇന്ത്യ സഖ്യവും ഒക്കെ തന്നെ നടത്തി. തുടർന്ന് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കമ്മീഷൻ. പക്ഷേ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം അത് മോക്ക് പോളിൻ്റേതാണ് എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ആര്യ, ER രാഗേഷാണ് സമഗ്ര വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.